അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കാനായി അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ കടന്നു വന്ന ജനതയിലൊക്കെ അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാഹ വയുതുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. കഴിഞ്ഞുപോയ ഏത് ജനതയാണെങ്കിലും ആ ജനതയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശങ്ങൾ എന്താണ്? പ്രവാചകന്മാർ മുഖേന വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ, എല്ലാ ജനതയോടും അല്ലാഹു കൽപ്പിച്ചത് ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ്. ഹുനഫാഅ, ശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണമെന്നാണ്. വയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്യണമെന്നാണ്. വയുതുസ്സകാ, സകാത്ത് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ജനതക്കും അല്ലാഹു നൽകിയ നിർദ്ദേശം ഇതുതന്നെയാണ്. വദാലിക ദീനുൽ ഖയ്യിമ, പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ശ്രദ്ധിക്കണം. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശാശ്വതമായ മതമെന്ന്, ദീനെന്ന്, ദീനിന്റെ അടിത്തറ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഖേന അവരോട് സകാത്ത് കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെന്ന് പുണ്യ നബിയെ തന്നെ അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. കേൾക്കൂ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം. വഇദാ ഖദനാ മിസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ സന്തതികളോട് നമ്മൾ ഉടമ്പടി ചെയ്തു. ഇസ്രായേൽ സന്തതികളോട് നമ്മൾ ഉടമ്പടി ചെയ്തു. എന്ത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണം. എന്തൊക്കെയാണ് കഴിഞ്ഞ സമൂഹത്തിലും അല്ലാഹു കൽപ്പിച്ചു പോയത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ യതാമാ, യതീമുകളോടും നിങ്ങൾ ഗുണം ചെയ്യണം. ആ യതീം ഏത് നാട്ടുകാരനായാലും നാടിന്റെ അതിർവരമ്പ് തിരിച്ച് യതീമിനെ നിങ്ങൾ ഒരിക്കലും ആട്ടരുത്, അകറ്റരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ റഅയ്തൽ ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികൽ ലദീ യദ്ഉൽ യതീം. പരലോകത്തെ കളവാക്കുന്ന ആളുകൾ ആരാണെന്ന് നബിയെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആൻ. ഫദാലികൽ ലദീ യദ്ഉൽ യതീം, യതീമിന്റെ കാര്യം അവഗണിച്ചു കളയുന്ന ആളാണ്. രേഖയില്ലല്ലോ നാട് കടന്നു വരാൻ. രേഖയുണ്ടോ നിങ്ങൾക്ക് നാട് കടന്നു വരാൻ? നിങ്ങൾ യതീമാണെന്നതിന് രേഖയുണ്ടോ, അടിയാധാരമുണ്ടോ എന്ന് പരിശോധിക്കാനല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യതീമാണ് നാടിന്റെ വ്യത്യാസമില്ലാതെ, രാജ്യങ്ങളുടെ വ്യത്യാസമില്ലാതെ യതീമിനൊപ്പം നിങ്ങൾ തുണക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വൽ മസാകീൻ, ഒരു കോണിളക്കം ഉണ്ടായതുകൊണ്ട് ഒരു രണ്ട് വർത്തമാനം അതിനെ കുറിച്ച് പറഞ്ഞുവെന്നേ ഉള്ള. വൽ മസാകീൻ, മിസ്കീന്മാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ. വഖീമുസ്സലാ, കേൾക്കണം, ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു ഉടമ്പടി ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ്? വഖീമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം. വആതുസ്സകാ, നിങ്ങൾ സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യണം. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും, നിങ്ങളിൽ നിന്ന് വളരെ വിരളം ആളുകളല്ലാത്തവരെല്ലാം തിരിഞ്ഞുകളഞ്ഞു. നിങ്ങളിൽ നിന്ന് വളരെ വിരളം ആളുകളല്ലാത്തവരെല്ലാം ഈ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇസ്രായേൽ സന്തതികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബിന് പറഞ്ഞു കൊടുക്കുകയാണ്. വഅൻതും മുഅ്രിദൂൻ, അല്ലാഹുവിന്റെ ഉടമ്പടിയിൽ നിന്നവർ തിരിഞ്ഞുകളഞ്ഞുവെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ജനങ്ങളുമായി ഇങ്ങനെ ഉടമ്പടിയാണ് നേരെ അള്ള ഇറങ്ങി വന്നിട്ടല്ല, പ്രവാചകന്മാർ മുഖേനയാണ്.
പ്രവാചകന്മാർ മുഖേനയാണ്. നമ്മളുമായും അല്ലാഹു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആര് മുഖേന? പ്രവാചകന്മാർ മുഖേന. ഇതേപോലെ ഒരു ഉടമ്പടി നമ്മൾ ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പായി മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു വന്നതിന് ശേഷം പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് അല്ലാഹു നടത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ ഒരുമിച്ച് ചേർന്ന മുഴുവൻ മനുഷ്യരും പറഞ്ഞത്രേ ബലാ, അതേ റബ്ബേ, നിന്നെ ഞങ്ങൾ റബ്ബായി അംഗീകരിച്ചിരിക്കുകയാണ്. ആ ഉടമ്പടി നോക്കൂ, കഴിഞ്ഞ സമൂഹത്തിൽ എങ്ങനെയാണ് അല്ലാഹു ആ ഉടമ്പടി നടപ്പിൽ വരുത്താൻ പറഞ്ഞതെന്നാണ് ഖുർആന പറഞ്ഞത്. നമ്മളുമായി ഉടമ്പടി അല്ലാഹു നടത്തിയത് ആര് മുഖേനയാണ്? ആ ഉടമ്പടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് പ്രവാചകന്മാർ. അവരിൽ അവസാനത്തെ ആളാണ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് മുഖേനയാണ് നമ്മൾ ആ ഉടമ്പടി പുതുക്കുന്നത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ സൗമി റമളാന വ ഹജ്ജിൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. അല്ലോ ശ്രദ്ധിക്കണം ഈ ഹദീസ്. സകാത്ത് ഒരാൾ ആർക്കാണ് സകാത്ത് നിർബന്ധം? ആരാണ് സകാത്ത് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ടത്? ഏതെല്ലാം കാര്യത്തിലാണ് സകാത്ത് നിർബന്ധമുള്ളത്? എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞു പോകും. വിശാലമായി ഓരോ ഭാഗവും വിശാലമായി സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ടാവില്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് ഒരവബോധം നിങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. റബ്ബേ, സംസാരിക്കുന്നവന് സംസാരിക്കാൻ ആവശ്യമായ ആരോഗ്യം നൽകണേ അല്ലാഹ്. പറയുന്നവനും കേൾക്കുന്നവനും അല്ലാഹ് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഈ ഹദീസ് ശ്രദ്ധിക്കണേ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. വിശുദ്ധമായ ഇസ്ലാം നിർമ്മിതമായിരിക്കുന്നത് അലാ ഖംസിൻ, 5 സ്തംഭങ്ങളുടെ മേലിലാണ്. 5 തൂണുകളാണ് വിശുദ്ധ ഇസ്ലാമിനുള്ളത്. ഇസ്ലാമാകുന്ന മേൽക്കൂര നിലകൊള്ളുന്നത്, ഇസ്ലാം നിലകൊള്ളുന്നത് 5 സ്തംഭങ്ങളുടെ മുകളിലാണ്. ഏത് സാധാരണക്കാർക്കും മനസ്സിലാവും. 5 കൊല്ലം എഞ്ചിനീയറിംഗിന് പഠിച്ച ഒരു എഞ്ചിനീയർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. റസൂലുള്ളാഹിന്റെ ഉദാഹരണം അങ്ങനെയാണ്. പുണ്യനബിയുടെ വാക്കുകൾ അങ്ങനെയാണ്. സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയും, എന്നാൽ അഭ്യസ്ത വിദ്യരായ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമു അലാ ഖംസിൻ. വിശുദ്ധമായ ഇസ്ലാം എടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 തൂണുകളുടെ മുകളിലാണ്, 5 സ്തംഭങ്ങളുടെ മുകളിലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താൻ. അതില്ലേ ഓന് പിന്നെ എന്റെ മേൽക്കൂരല്ല. ഷഹാദത്തില്ലേ, ഇസ്ലാമില്ല. ഷഹാദത്തില്ലേ, ഇസ്ലാമില്ല. ശ്രദ്ധിക്കണേ. രണ്ടാമത്തേത് നിസ്കാരം നിലനിർത്തലാണ്. ഒരു തൂണതാണ്. മൂന്നാമത്തെ സ്തംഭം ഏതാണ്? തൂണേതാണ്? സകാത്ത് കൊടുത്തു വീട്ടലാണ്. നാലേതാ? വസൗമി റമളാൻ. റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കലാണ്. വസൗമി റമളാന വഹജ്ജിൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അഞ്ചാമത്തേത് കഴിവുണ്ടെങ്കിൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യലാണ്. ഈ 5 സ്തംഭങ്ങളിലാണ് വിശുദ്ധ ഇസ്ലാം നിലനിൽക്കുന്നത്. 5 തൂണുകളിലാണ്. ഈ 5 തൂണും അനിവാര്യമാണ്. ഒരു തൂണ് ഇതിൽ നിന്ന് പൊട്ടിവീടുകയോ ഒരു തൂണ് നമ്മൾ നിർമ്മിക്കാതിരിക്കുകയോ ചെയ്താലോ എന്താ സംഭവിക്കുക? ഈ ബിൽഡിംഗ് മറിഞ്ഞു വീഴും. ഈ ബിൽഡിങ്ങിന് കാര്യമായ തകരാറുകൾ സംഭവിക്കും, അല്ലേ? കാര്യമായ തകരാർ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വീടെടുത്ത സമയം വീടിന്റെ കാർ പോർച്ച് അല്പം കോൺക്രീറ്റ് നെട്ടി ചെയ്തതാണ്. അന്ന് എഞ്ചിനീയർ അയാൾ ബിടെക് കഴിഞ്ഞ ആളാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. മറ്റേ സിവിൽ എഞ്ചിനീയർ അല്ല. അയാൾ പറഞ്ഞു, സാരമില്ല, അത് ഈ കാൻ ലിവർമേൽ നിന്നുകൊള്ളുമെന്ന് പറഞ്ഞു. കാൻ ലിവർ എന്നല്ല പറയാൻ നിന്നുകൊള്ളും.
തൂണ് വേണ്ട, കാരണം തൂണ് അവിടെ വെച്ചാൽ പിന്നെ വണ്ടി കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വീട്ടിൽ 6 കൊല്ലം കഴിഞ്ഞതേ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഈ കോൺക്രീറ്റിന്റെ ഭാഗം ഇങ്ങ് താഴ്ന്നു പോയിരിക്കുകയാണ്. വിള്ളൽ വന്ന് ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേവലം ഭൂമിയിൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനൊരു ചെറിയ തൂണിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ ഇവയാണ്. അതുകൊണ്ട് തന്നെ ഒരു തൂണില്ലാതെയായാൽ അവന്റെ ഇസ്ലാമിലാ അപകടം സംഭവിക്കുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അപകടം സംഭവിക്കുന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആരാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്? റസൂലുള്ളാഹിന്റെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോന. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിത ശ്രേഷ്ഠനായി മാറിയ ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. മഹാനവറുകൾ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. മഹാനവറുകൾ പറയുകയാണ്, 3 ആയാത്ത്. പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. മഖറൂനതൻ ബിസലാത്ത്. ആ ആയത്തുകളിൽ അല്ലാഹു 2 സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആയത്തിലും 2 കാര്യം അല്ലാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, لا يقبل الله منها واحدة بغير قرينتها. ഓരോ ആയത്തിലും അല്ലാഹു 2 കാര്യങ്ങൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ആ ചേർത്തി പറഞ്ഞ ആ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ഒരാൾ ചെയ്യാതിരുന്നാൽ മറ്റേ കാര്യവും അല്ലാഹു അയാളിൽ നിന്ന് സ്വീകരിക്കില്ല. 2 കാര്യം അല്ലാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നൊരാൾ ചെയ്തു, മറ്റത് ചെയ്തില്ല എങ്കിൽ ചെയ്തതും ചെയ്യാത്തത് കാരണം ചെയ്തതും അല്ലാഹു കബൂൽ ചെയ്യില്ല. മഹാനവറുകൾ പറയുകയാണ്, അതിലൊന്നാമത്തതെന്താ? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണേ. വ അത്തിഉർ റസൂൽ, റസൂലുള്ളാഹിക്കും നിങ്ങൾ വഴിപ്പെടണേ എന്നാണ്. ഫമൻ അതാഅല്ലാഹ, അപ്പോൾ ഒരാൾ അല്ലാഹുവിനെ വഴിപ്പെട്ടോ, വലം യുതിഅർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബിനെ അയാൾ വഴിപ്പെട്ടില്ല എങ്കിൽ ലം യഖ്ബലുല്ലാഹു മിൻഹു തഅത, അല്ലാഹുവിനെ അയാൾ വഴിപ്പെട്ടതും അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു കബൂൽ ചെയ്യില്ല. ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹിനെ ഞാൻ അംഗീകരിക്കില്ല, അനുസരിക്കില്ല, റബ്ബിനെ ഞാൻ അനുസരിക്കും. അല്ലാഹുവിനെ അനുസരിച്ചതും അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തേതെന്താ? വതാനിഹാ ഖൗലുഹു തആല വഅഖീമുസ് സ്വലാഹ വആതുസ് സകാഹ. അതിൽ രണ്ടാമത്തേതെന്താണ്? അഖീമുസ് സ്വലാഹ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. വആതുസ് സകാഹ, സകാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണേ എന്നാണ്. അപ്പോൾ ഒരാൾ ഫമൻ അഖാമസ് സ്വലാഹ, തടയരുത് പാവങ്ങളുടെ കൈത്താൻ, തടയരുത് പാവങ്ങളുടെ കൈത്താൻ. പാവങ്ങൾക്ക് കൈത്താങ്ങായി അല്ലാഹു നിശ്ചയിച്ച പാവങ്ങളെ പാവങ്ങളാക്കിയതാരാ? പടച്ചറബ്ബ. ഏറ്റവും വലിയൊരു ഫഖീറിന്റെ മകനായി ഒരാൾ ആ ഫഖീറിന്റെ വീട്ടിൽ ജനിപ്പിച്ചതാരാ? ഞാനല്ല എന്റെ സഹോദര, നിങ്ങളല്ല, അല്ലാഹുവാൻ. ധനാഢ്യനായ നമ്മുടെ മുമ്പിലൂടെ പാവപ്പെട്ട ആളുകൾ നടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? പ്രപഞ്ചനാഥനായ അല്ലാഹുവാ. ഓ റബ്ബ് നിർദ്ദേശിച്ചതാണ് സകാത്ത്. ആ റബ്ബ് തന്നെ പറയുകയാണ്, കേൾക്കും നിങ്ങൾ. ഫമൻ അഖാമസ് സ്വലാഹ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഒരാൾ നിസ്കാരം നിലനിർത്തി 5 വക്ത് നേരത്തെ നിസ്കാരവും റെഡിയാണ്, കൃത്യമാണ്. വലം യുതി സകാത്ത്, അയാൾ ധനാഢ്യനാണ്, സകാത്ത് കൊടുക്കാൻ അർഹനാണ്. പക്ഷേ സകാത്ത് അയാൾ കൊടുത്തില്ല എങ്കിൽ ലം യഖ്ബലുല്ലാഹു മിൻഹു സ്വലാതഹ, അയാൾ നിസ്കരിക്കുന്ന നിസ്കാരം ഒന്നുപോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്
റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവാണെന്ന് പുകഴ്കൊണ്ട മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. വളരെ ഗൗരവം, വളരെ ഗൗരവം. നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ? ഈ വിഷയം പഠിക്കേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ? ഒരാൾ നല്ലപോലെ നിസ്കരിക്കുന്ന ആളാണ്, പക്ഷേ സകാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ആരൊക്കെയാണ്, എപ്പോഴാണെന്ന് നമ്മൾ പറയും. കൊടുത്തില്ല എങ്കിൽ അല്ലാഹു അയാൾ 60 കൊല്ലമാണോ, 80 കൊല്ലമാണോ, 30 കൊല്ലമാണോ, എത്ര കൊല്ലമായാൽ നിസ്കരിച്ചത്, ആ ഒരൊറ്റ സുജൂദ് പോലും റുകൂ പോലും അല്ലാഹു അയാളിൽ നിന്ന് ഖബൂൽ ചെയ്യില്ല, നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇനി ഒരാൾ നിസ്കരിക്കൂല, പക്ഷെ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുക്കും, എന്നാൽ അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, അയാളുടെ സക്കാത്തും അല്ലാഹു സ്വീകരിക്കില്ല. ഇത് രണ്ടും ഇങ്ങനെ ഈ ചേർത്തി പറഞ്ഞ ഈ രണ്ട് സംഗതി, ലാ യഖ്ബലുല്ലാഹു മിൻഹാ വാഹിദ ബിഗൈരി ഖരീനതിഹാ. അപകടം എന്താണ്? സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അപകടം എന്താണ്? ഒന്ന് തന്നെ, നിസ്കാരക്കാരനാണോ നിസ്കാരം പോലും സ്വീകരിക്കൂല.